യേശുവിൻ്റെ മരുഭൂമിയിലെ 40 ദിവസം. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മരുഭൂമിയിൽ പോയി എന്നാണ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞ യേശുവിനെ പിശാച് പരീക്ഷിക്കുന്ന രംഗങ്ങൾ നമുക്കറിയാം. കല്ലിനെ അപ്പമാക്കാനും ദേവാലയ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനും മലമുകളിൽ കൊണ്ടുവന്ന് ഈ പ്രപഞ്ചം മുഴുവനും നിനക്ക് നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നതുമായ പിശാച്. ഒരർത്ഥത്തിൽ ഈ പ്രലോഭനം യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. നമുക്കറിയാം, യേശു തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ തന്നെപ്പറ്റി എന്താണ് പറയുന്നത്, നിങ്ങളെന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം നമുക്ക് പരിചിതമാണ്. പത്രോസ് പറഞ്ഞ ശരി ഉത്തരം യേശു പത്രോസിനെ അഭിനന്ദിക്കുന്നതുവരെ ചെന്നെത്തുമ്പോഴും, തുടർന്ന് യേശു തനിക്ക് വരാനിരിക്കുന്ന പീഠാനുഭവവും മരണവും ഉത്ഥാനവും പ്രഖ്യാപിക്കുമ്പോൾ യേശു പത്രോസിനെ നോക്കി സാത്താനെ മാറി നിൽക്കുക എന്ന് പറയുന്ന രംഗം, അതൊരു പ്രലോഭനത്തിൻ്റെ രംഗമാണ്, പിശാചിൻ്റെ പരീക്ഷണമാണ് എന്ന് യേശു തിരിച്ചറിയുന്നതിൻ്റെ അടയാളമാണ്. വീണ്ടും മറ്റൊരു രംഗത്ത് നാം കാണുന്നു, പത്രോസിൻ്റെ അമ്മായിയമ്മയെ പനി പിടിച്ചു കിടക്കുന്നവളെ സുഖപ്പെടുത്തുന്ന രംഗവും, തുടർന്ന് യേശു അനേകം രോഗികളെ സൗഖ്യം നൽകി ശുശ്രൂഷിക്കുന്നതും പിശാച് ബാധരെ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നതും നാം കാണുന്നു. ഈ പശ്ചാത്തലം നമുക്ക് നൽകുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുണ്ട്. യേശു ആ രാത്രി പിന്നിടുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിജനസ്ഥലത്തേക്ക് പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാം. പത്രോസും കൂട്ടരും യേശുവിൻ്റെ പുറകെ പോകുന്നു. അവർ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് യേശു അവർ കൊടുക്കുന്ന മറുപടി, ഇല്ല, മറ്റനേകം പട്ടണങ്ങളിലും എനിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്. സുവിശേഷത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇത് തന്നെയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യർ. പലരോടും യേശു രോഗശാന്തി നൽകിയതിന് ശേഷം പറയുന്നൊരു പ്രയോഗമുണ്ട്, ഇതാരോടും പറയരുതെന്ന്. കേട്ടവരൊന്നും അതനുസരിച്ചുമില്ല. അവർ യേശുവിനെ പ്രഘോഷിക്കാൻ, തനിക്ക് വന്ന നന്മകൾ പ്രഘോഷിക്കാൻ സന്നദ്ധമായി വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നു. ഒരു പരിധിവരെ യേശുവിനെ അറിയാമായിരുന്നിരിക്കണം. പിന്നെ എന്തിനു വിലക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലും ഉതിരും. അത് മറ്റൊന്നും കൊണ്ടല്ല, യേശു പറയുന്ന ആ വചനം തന്നെ ഒന്ന് ഓർത്തെടുക്കൂ, മറ്റ് സ്ഥലങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കാൻ എനിക്കുണ്ട്. യേശുവിൻ്റെ പ്രഥമ പരിഗണന സുവിശേഷത്തിന്, പ്രഘോഷണത്തിന് ആണ് എന്നുകൂടി നാം ഓർക്കണം. അതിനുശേഷം മാത്രമേ രോഗശാന്തിയും ഇതര വിടുതലുകളും യേശു സ്ഥാനം കൊടുക്കുന്നുള്ളൂ. ഇന്ന് നാം കാണുന്നുണ്ട്, ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്ന പലരും വചനം ശ്രവിക്കാനല്ല, അത്ഭുതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഡീവിയേഷനാണ്. ഒരർത്ഥത്തിൽ നാം ബോധപൂർവം മാറ്റിയെടുക്കേണ്ട ഒരു പ്രകൃതമാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, അത്ഭുതങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നതും തെറ്റല്ല, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതും തെറ്റല്ല. പക്ഷേ ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകണം. ആരാണെൻ്റെ അമ്മ, ആരാണെൻ്റെ സഹോദരങ്ങളെന്ന് യേശു സ്വയം ചോദിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, വചനമനുസരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അമ്മയും സഹോദരങ്ങളും എന്ന് മനസ്സിലാക്കുക. ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുമ്പോൾ സ്വന്തക്കാരെന്ന് നാം അവകാശപ്പെടുന്നവർ ശ്രേഷ്ഠരാണെന്ന് നമുക്ക് കൽപ്പിക്കാമെങ്കിലും അതിനേക്കാളും വിശിഷ്ടവും ഉദാത്തവുമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുന്ന കൂട്ടായ്മകളും അവിടെ എടുക്കുന്ന മനുഷ്യബന്ധങ്ങളിലെ നിലപാടുകളും. ഈ നോയമ്പുകാലം ഒരർത്ഥത്തിൽ
ഈ തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അതിലേറെ പ്രാധാന്യമർഹിക്കുന്നത് വചനം ശ്രവിക്കുക മാത്രമല്ല, ധ്യാനിക്കുകയും സ്വാംശീകരിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ട, ബോധപൂർവം ജീവിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് നോയമ്പുകാലം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.